സമൂഹ മാധ്യമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ CPM-ന്റെ നേതാക്കളും അണികളും ചൂണ്ടിക്കാണിക്കുന്നത് കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 5 കൊല്ലം LDF-ന്റെ കയ്യിലായിരുന്നു ഭരണം. അവിടെ തമ്മിലടിയില്ല, കൃത്യമായി തന്നെ മേയറെ പ്രഖ്യാപിക്കുന്നു, പ്രവർത്തനം പോകുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിൽ ഭരണം കിട്ടി, അടിയോടടിയാണ്, ഒരവസാനമില്ല. ആരാണ് മേയർ, ആരാണ് ഡെപ്യൂട്ടി മേയർ, മുസ്ലിം ലീഗിന് വേണം, കോൺഗ്രസിന് വേണം, മതങ്ങൾക്ക് വേണം, ജാതികൾക്ക് വേണം, സഭകൾക്ക് വേണം. അവസാനം ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചു, അടി അവസാനിക്കുന്നില്ല. ഇത് കോൺഗ്രസിന് എല്ലാ കാലത്തും പറ്റുന്ന അബദ്ധങ്ങളാണ്. കോൺഗ്രസ് എവിടെയൊക്കെ ഭരിക്കുന്നോ അവിടെയെല്ലാം ഇത്തരം അബദ്ധങ്ങൾ പറ്റാറുണ്ട്. കേരളത്തിൽ ഇത് ഒരു തുടർക്കഥ തന്നെയാണ്. നമുക്കറിയാം, എപ്പോഴൊക്കെ UDF അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള പോരുകൾ അതിനകത്ത് സ്വാഭാവികമാണ്. LDF-ന് പലപ്പോഴും ധാർഷ്ട്യവും ധൂർത്തും അഹങ്കാരവുമൊക്കെയാണ് പ്രശ്നമായി വരുന്നതെങ്കിൽ UDF-ന് തമ്മിലടിയും ഗ്രൂപ്പിസവും അതിലൂടെ നടക്കുന്ന കാലുവാരലും അത് ചെന്ന് എതിരാളിക്ക് ഇട്ടുകൊടുക്കുന്ന വടിയും ഒക്കെ ആയിട്ടാണ് പലപ്പോഴും അവരുടെ ഭരണം മ്ലേച്ഛമായി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ 100 സീറ്റ് കാത്തിരിക്കുന്ന PD സതീശന് താൻ നിശ്ചയിച്ച പാളയത്ത് തന്നെ പട വന്നത് സ്വന്തം ജില്ലയിൽ സ്വന്തം നേതൃത്വത്തിൽ സ്വന്തം അധ്വാനത്തിൽ ഉയർത്തിയെടുത്ത സീറ്റുകളിൽ അടി വന്നത്, ആ മേയർ സ്ഥാനത്തേക്ക് അടി വന്നത് ഒരു ഗതികേട് തന്നെയാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇതിനകത്ത് ദീപ്തി മേരി മേയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ പ്രചരണം മുഴുവൻ നടത്തിയത്. അപ്പം എല്ലാവരും വിശ്വസിച്ചത് ദീപ്തി മേരി തന്നെയായിരിക്കും മേയർ എന്നുള്ളതാണ്. അങ്ങനെ കഴിഞ്ഞ കൃത്യമായി പറഞ്ഞ അജയ് തറയിലാണ് ചേച്ചിയെ കാണിച്ചിട്ട് അനിയത്തെ കല്യാണം കഴിച്ചു. അതെ, ഇത് ചേച്ചിയെ കാണിച്ച് അനിയത്തെ കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല, ഇത് ചേച്ചി എന്നിട്ട് എങ്ങുമില്ലാത്ത വിധത്തിൽ പുറന്തള്ളുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ വളരെ ഖിന്നയാണ്. ഏറ്റവും സീനിയറായി അങ്ങനെ ഇവിടെ ചേച്ചിയെ കാണിച്ചു എന്ന് മാത്രമല്ല, ചേച്ചിയെ ഭരണമാല്യം അണിയിച്ച് അങ്ങ് കൊണ്ടുപോകാനായിട്ട് മണ്ഡപത്തിൽ കയറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. കോർപ്പറേഷൻ ഇലക്ഷൻ്റെ ആ ജസ്റ്റ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പല്ലേ ഈ നാടകം മുഴുവൻ നടക്കുന്നത്. അതുവരെ താങ്കൾ തന്നെയാണ് എന്ന് പറഞ്ഞ് ഭരണമാല്യം അണിഞ്ഞു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അവിടെ അന്തർനാടകങ്ങൾ നടക്കുന്നത്. ആ നാടകങ്ങളിൽ നടന്ന ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് അത് വോട്ടിനിട്ടു എന്നുള്ളതാണ്. വോട്ടിനിട്ടപ്പോൾ എന്നാൽ രഹസ്യ ബാലറ്റ് ആവണ്ടേ, അത് രഹസ്യ ബാലറ്റല്ല ഇട്ടത്, അത് കൈപൊക്കുകയാണ്. അപ്പം മിനിമോൾ പറയുന്നത് പോലെ, VK മിനിമോൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങുന്നു. അപ്പോൾ ഒരു ഒറ്റക്കെട്ടെന്ന് പറഞ്ഞതിനകത്തൊരു അർത്ഥമുണ്ട്. DCC പ്രസിഡന്റ്, MP-മാർ, MLA-മാർ, പിന്നെ കുറേ കൗൺസിലർമാർ ഒറ്റക്കെട്ടായി എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പായി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒറ്റക്കെട്ടിനകത്ത് മേരി ദീപ്തി വരുന്നില്ല, അവരുടെ മറ്റേ ആൾക്കാർ വരുന്നില്ല, ദീപ്തി മേരി വരുന്നില്ല, മറ്റാൾക്കാരൊന്നും വരുന്നില്ല, അല്ലേ? അപ്പോൾ അവിടെ വേറൊരു ഗ്രൂപ്പ് അതിനകത്ത് ഉടലെടുക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ആ ഗ്രൂപ്പ് ശക്തമായി വരുന്നതിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത്. ആ ഗ്രൂപ്പിൻ്റെ കളിയാണ് ഇതിനകത്ത്. വേറൊന്ന് വന്നിരിക്കുന്നത് ലത്തീൻ രൂപത പാതിരിമാരും മറ്റും തങ്ങൾക്ക് അവകാശവാദം ഈ മേയർഷിപ്പിലേക്ക് ഉന്നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ VD സതീശൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് സാമുദായിക തിണ്ണ നിരങ്ങാൻ എന്നെ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ പലരും ചോദിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ തിണ്ണ നിരങ്ങാനാണ്, അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ തിണ്ണ നിരങ്ങാനും നിങ്ങൾക്ക് മടിയുണ്ടാവാം, പക്ഷേ ലത്തീൻ കത്തോലിക്കയുടെ രൂപതയുടെ തിണ്ണ നിരങ്ങാൻ നിങ്ങൾക്ക് മടിയില്ലേ എന്നുള്ള ചോദ്യവും ഇപ്പോൾ VD സതീശൻ്റെ മേൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പിക്ചർ പലതും മാറി വരികയാണ്. പിന്നെ വേറൊന്ന്, ഈ തെരഞ്ഞെടുപ്പ് നടന്നു, ആ തെരഞ്ഞെടുപ്പ് കൈവക്കിയാണ് നടന്നതെങ്കിലും അതിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് രൂപത ആവശ്യപ്പെട്ട നമ്മുടെ ഷൈനി മാത്യുവിനാണ്. ആ ഷൈനി മാത്യുവിന് 19 വോട്ട് കിട്ടിയപ്പോൾ മിനിമോൾക്ക് 17 വോട്ടാണ് കിട്ടിയത്. അവിടെയും പണ്ട് യൂത്ത് കോൺഗ്രസ് നടന്ന പോലെ അബിൻ വർക്കിക്ക് മാങ്കൂട്ടത്തിൽ പോയപ്പോൾ 2ാം സ്ഥാനമാണ് ഉണ്ടായിരുന്നത് വോട്ടിൽ. എന്നിട്ട് 3ാം സ്ഥാനം ഉണ്ടായിരുന്ന ആളെയും കഴിഞ്ഞ് 4ാം സ്ഥാനമായ ജിനേഷിനെ എടുത്തതുപോലെ ഇവിടെയും ഇപ്പം നാടകം മാറി വന്നിരിക്കുകയാണ്. 19 വോട്ട് കിട്ടിയ ആളിനെ തഴഞ്ഞ് 17 വോട്ട് കിട്ടിയ ആളിനെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിലെ ജനാധിപത്യം ഇതാണോ? കോൺഗ്രസിലെ മതേതരത്വം ഇതാണോ? ഹിന്ദു സംഘടനകളുടെ നേതാക്കളുടെ തിണ്ണനിരങ്ങൽ എന്ന് പറയാനുള്ള ധൈര്യമേ ഉള്ളൂ? ക്രിസ്ത്യൻ വന്നാലോ മുസ്ലിം വന്നാലോ അതില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. കോർപ്പറേഷനിൽ ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം കിട്ടുകയാണെങ്കിൽ ഈ തമ്മിലടി എങ്ങനെയായിരിക്കും? അധികാരം കിട്ടുന്നതിന് മുമ്പ് ഉള്ള നാടകം ഇനി വരാനിരിക്കുന്നുള്ളൂ. കാരണം കോൺഗ്രസിനകത്ത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്, ഇപ്പോൾ സീറ്റ് ചർച്ച, എത്ര സീറ്റ് ഷെയറിങ് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് സ്ഥാനാർത്ഥി നിർണ്ണയം എന്നാണ് പറയുന്നത്. സീറ്റ് ഷെയറിങ് എങ്ങനെയെങ്കിലും നടത്താം, കാരണം അത് നേതാക്കൾ തമ്മിലാണ് നടത്തുന്നത്. UDF-ലെ ഘടകകക്ഷികൾക്ക് സീറ്റ് ഷെയറിങ് എങ്ങനെയെങ്കിലും നടത്താം.
എന്നിട്ട് കോൺഗ്രസിന് ഒരു 90 സീറ്റ് തന്നെ കിട്ടിയെന്ന് വിചാരിച്ചു. ആ 90 സീറ്റ് എങ്ങനെ പങ്കുവയ്ക്കും? ഇപ്പോൾ 250ഓളം പിന്നെ ജംബോ കമ്മിറ്റി പേരുള്ള ഒരു ജംബോ കമ്മിറ്റിയുണ്ട്, KPC ഭാരവാഹികൾ. അതിലൊന്നാണ് ദീപ്തി മേരി വർഗീസ്. ആ ദീപ്തി മേരി വർഗീസിനെ ഇപ്പോൾ തഴഞ്ഞിരിക്കുന്നത്. ഈ ദീപ്തി മേരി വർഗീസ് മോഡലിലുള്ള 250ഓളം പേര് KPC പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ജോയിന്റ് സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അവർക്ക് 250 സീറ്റ് കൊടുക്കണ്ടെങ്കിൽ 250 പോയിട്ട് 90 ഉള്ളൂ. 90 മാക്സിമം കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതൽ കിട്ടാൻ വഴിയില്ല. ഈ 90 സീറ്റ് തന്നെ എങ്ങനെ അവർ വീതം വയ്ക്കും? അപ്പോൾ ഇവിടെ ഒരു മേയറുടെ പിന്നാലെ 3 പേര് വന്നെങ്കിൽ മിനിമം ഒരു 5 പേരെങ്കിലും ഒരു MLAക്ക് ഇവിടെ പുറകെ കാണും. ഈ ശബരിമലയെ പോലെ എല്ലാ സ്ഥലങ്ങളിലും മത്സരിപ്പിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലെ ശബരിനാഥനെ പോലെ പൂട്ടണമായിരുന്നു. മത്സരിപ്പിക്കുകയല്ല, ശബരിനാഥനെ തുറക്കാൻ പറ്റാത്ത പൂട്ടിട്ട് പൂട്ടിക്കളഞ്ഞു. അരുവിക്കര ഫ്രീ ആക്കിക്കൊണ്ട് അദ്ദേഹം മേയറായിട്ട് മത്സരിക്കുകയാണ്. മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ച് 19 സീറ്റ് തന്നെ കിട്ടിയ ഭാഗ്യം. അതേ എനിക്ക് പറയാനുള്ളൂ. 19 സീറ്റ് പൂർണ്ണമായിട്ടും കിട്ടുമെന്ന് സംശയമാണെന്നാണ് ഇപ്പോൾ അറിയുന്നത്. കാരണം അതിൽ 1-2 പേരൊക്കെ വേണമെങ്കിൽ ഒരു വോട്ട് ചെയ്ത് മാറാനും തയ്യാറാണ് എന്ന് പറയുന്നവർ വരെ ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാതെ 19 സീറ്റെങ്കിലും ശബരിനാഥ് പിടിച്ചാൽ ഭാഗ്യം. അതിന് പുറമെ ശബരിനാഥിന് ഇപ്പം ശബരിനാഥിൻ്റെ അച്ഛൻ കാർത്തികേയൻ ഉണ്ടായിരുന്നെങ്കിൽ KPC ഓഫീസിൽ കയറി ചെന്ന് അടി കൊടുത്തേനെ. എൻ്റെ മോനെ ഇത്ര വലിയൊരു വെട്ടിലാക്കിയോ എന്ന് ചോദിച്ച്. കാരണം അത്രയ്ക്ക് വലിയൊരു വെട്ടാണ് വെട്ടിലാക്കിയിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ രാജിവെക്കാൻ നിർത്തിയില്ല. കവടിയാർ സീറ്റ് രാജിവെച്ച് കഴിഞ്ഞാൽ അത് BJP കൊണ്ടുപോകും. അപ്പോൾ BJPക്ക് സുരക്ഷിതമായ ഒരു ഭരണം നടത്താനായിട്ട് തിരുവനന്തപുരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ കത്രിക പൂട്ടെന്ന് പറയില്ലേ, നൂരാനും വയ്യ, കുനിയാനും വയ്യ, തിരിയാനും വയ്യ എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചു. നിയമസഭയിലേക്കും പോകാൻ വയ്യ, മേയറാവാനും പറ്റില്ല, ഡെപ്യൂട്ടി മേയറാവാൻ പറ്റില്ല. ഇനി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി എങ്ങാനും കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും അദ്ദേഹം എന്നുള്ളതാണ് തോന്നുന്നത്. അല്ല, അതാണ് ഈ വൈഷ്ണയ്ക്ക് കിട്ടുന്ന വാർത്താ പ്രാധാന്യം പോലും ശബരിനാഥനില്ല. ശബരിനാഥനെ വെട്ടിക്കീറിയതാണ്, അതിന് യാതൊരു സംശയവുമില്ല. ശബരിനാഥനെ ബലി കൊടുത്തതാണ്. തിരുവനന്തപുരം മേയർഷിപ്പ് വെച്ചിട്ട് ബലി കൊടുത്തതാണ്, ബലിദാനിയാണ്. അതാണ് ഇപ്പോൾ ശരിക്ക് ശബരിനാഥന് കൊടുക്കേണ്ട പേര്. ആ വിധത്തിലാണ് വന്നിരിക്കുന്നത്. അല്ല, അതാണ് ഇത്. ആ കഴിവ് മറ്റു കൊച്ചിയിലൊന്നും നടന്നിട്ടില്ല. കൊച്ചിയിൽ നടന്നു. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ് ഒരു ബലിദാനി ആയിരിക്കുകയാണ്. ഇങ്ങനെ ബലിദാനികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബലിദാനികളുടെ എണ്ണം കൂടിയാലുള്ള കുഴപ്പമെന്നറിയാമോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂട്ടല്ല. ഇതെല്ലാം കൂടെ ഓരോ തരൂരുമാറായിട്ട് ജനിക്കും. 1000 തരൂരുമാർ ചിലപ്പോൾ കേരളത്തിൽ വന്നാൽ എന്ത് ചെയ്യും? ഈ 90 സീറ്റ് ഭാഗം വയ്ക്കുമ്പോഴേ ഇതാണ് സംഭവിക്കാൻ പോണേ. ഒരു 5 പേരെങ്കിലും എൻ്റെ പുറകെ വരും. ആ 5 പേരിൽ ഒരു തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കി 4 വന്നാൽ 320 പേര് തരൂർമാരായിട്ട് ഇറങ്ങി രംഗപ്രവേശനം ചെയ്ത് കൂടായിക്കില്ല. കാരണം ഈ MLA പോസ്റ്റ് എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ടതാണ്. ഇവർ 10-15 വർഷം, ഇപ്പം ദീപ്തി മേരിയുടെ കാര്യം തന്നെ എടുത്താൽ 14-ാമത്തെ 15-ാമത്തെ വയസ്സിൽ അവർ KSUവിൻ്റെ ഭാരവാഹിയായിട്ട് തുടങ്ങിയതാണ്. എത്രയോ വർഷങ്ങൾ, 30-35 വർഷം കിടന്ന് പയറ്റി കഴിഞ്ഞിട്ടാണ് ഇപ്പം അവർ ഒരു മേയർഷിപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വന്നത്. അവരുടെ പടം കാണിച്ച്, അവരുടെ ഇമേജ് പറഞ്ഞ്, അവരുടെ മീഡിയയിലുമൊക്കെയുള്ള പ്രത്യേക സാമർഥ്യവും വാക്സാമർഥ്യവും ധോരണിയും ഒക്കെ കാരണം അവർക്ക് കിട്ടിയ ഒരു ഇമേജ് കൂടെ ഉണ്ട് ഈ വിജയത്തിന്. അതെല്ലാം കാണിച്ചിട്ട് അവസാനം അവരെ പുറന്തള്ളിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ MLA ആക്കുമെന്നാണ് പറയുന്നത്. തോക്കുന്ന സീറ്റിലായിരിക്കും MLA ആക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ശബരിനാഥൻ്റെ കൂട്ട് വീണ്ടും ഒരു വെട്ടായി വരുമെന്ന് സംശയമുണ്ട്. ഇതുകൊണ്ടാണ് തരൂരുമാർ പാർട്ടിയിൽ ഉണ്ടാകുന്നതെന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല. അതായത് കഴിവുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട്, പാരമ്പര്യമുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെ ചില ഘടകങ്ങൾ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രശ്നമുണ്ടാകും. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ വെട്ടും കുത്തും എന്നൊക്കെ പറഞ്ഞെങ്കിലും പരിഹരിക്കുക. ഇവർക്ക് അതുമില്ല. ഇറങ്ങി നിന്ന് തലമുട്ടയടിക്കുക, അല്ലെങ്കിൽ തറയിൽ കിടന്ന് ഉരുളുക, ഇങ്ങനെയൊക്കെയുള്ള പല വേലകൾ വരെ കാണിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ 100 സീറ്റ് 110 സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് നേടണമെങ്കിൽ തീർച്ചയായും അച്ചടക്കമുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ വേണം. അത് സീറ്റ് ഷെയറിങ് ഉൾപ്പെടെ, അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി സ്ഥാന കസേരയിലേക്ക് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇനി വരുന്നതിൽ ഇത്തരം അപാകതകൾ വരുമെന്ന് ഇടതുമുന്നണിയും NDAയും പറയുമ്പോൾ നിങ്ങൾക്ക് മറുപടി പറയാനില്ലാതായി പോകും എന്നുള്ളതാണ് ഇത്തരം നാടകങ്ങൾ നടക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.